ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നു എ സി ജനറേറ്റർ. എ സി ജനറേറ്റർ. എ സി ജനറേറ്റർ. എ സി ജനറേറ്റർ. നമ്മൾക്ക് ഈ എ സി ജനറേറ്ററിന് ഒറ്റ വീഡിയോയിൽ തീർക്കാൻ പറ്റൂല. ഒറ്റ വീഡിയോ ആണെങ്കിൽ 1 മണിക്കൂറിൽ കൂടുതൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ എ സി ജനറേറ്ററിന്റെ എന്താണ് എ സി ജനറേറ്റർ, എന്തൊക്കെ പറയണം എ സി ജനറേറ്ററിന്റെ, എന്താണ് എ സി ജനറേറ്റർ, എന്താണ് ഘടന, അതായത് ഭാഗങ്ങൾ, എന്താണ് അതിന്റെ പ്രവർത്തനം, എ സി ജനറേറ്ററിൽ എങ്ങനെയാണ് അവിടെ ഉണ്ടാകുന്ന കറണ്ട് എങ്ങനെയാണ് എ സി ആയത്, എന്താണ് എ സി ജനറേറ്റർ, എന്താണ് അതിന്റെ ഭാഗങ്ങൾ, അതായത് ഘടന, എങ്ങനെയാണ് അവിടെ കറണ്ട് ഉണ്ടാവുന്നത്, ആ കറണ്ട് എങ്ങനെ എ സി ആയി. 4 കാര്യങ്ങൾ. എന്താണ് ഘടന, എന്താണ് കറണ്ട് എങ്ങനെ ഉണ്ടാകുന്നു, ആ കറണ്ട് എങ്ങനെ എ സി ആയി. 4 കാര്യങ്ങൾ പറയണം. അത് കഴിഞ്ഞിട്ട് 2-3 കുഞ്ഞി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഒറ്റ വീഡിയോയിൽ പറ്റൂല. സോ ഇത് എ സി ജനറേറ്ററിന്റെ പാർട്ട് 1 ആണ്. അപ്പൊ ആദ്യം ഒന്നാമത്തത് എന്താണ് എ സി ജനറേറ്റർ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് എ സി ജനറേറ്റർ? ഉത്തരമായി എന്താണ് എ സി ജനറേറ്റർ? കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വെച്ചത് പറ. എന്താണ്? എ സി ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്റർ ആണ് എ സി ജനറേറ്റർ. എന്നാണത്? ഏതാണത്? അതായത് ദിശ മാറുന്ന കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്റർ, എ സി ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്റർ. ഓക്കെ, എ സി ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്റർ. ഇതിനടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് അതിന്റെ ഘടനയാണ്. ഘടന, അതിന്റെ ഭാഗങ്ങൾ, അതിന്റെ എന്തൊക്കെയാണ് അതിലുള്ളത്, ആ സാധനങ്ങളെല്ലാം എങ്ങനെയാണ് ഘടിപ്പിച്ചിട്ടുള്ളത്, എന്തൊക്കെ അതിലുണ്ട്, അതെല്ലാം എങ്ങനെയാണ് പരസ്പരം ബന്ധിപ്പിച്ചിട്ട് എ സി ജനറേറ്റർ ആക്കി മാറ്റിയത്. എന്താണ് ജനറേറ്ററിന്റെ പ്രവർത്തന തത്വം? നിസ്സംശയം പറയാം. വൈദ്യുതകാന്തിക പ്രേരണം. വൈദ്യുതകാന്തിക പ്രേരണം സംഭവിക്കണമെങ്കിൽ കാന്തിക ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കണം, വേണ്ടേ? അതിന് ഫ്ലക്സ് വേണം, വേണ്ടേ? അതിന് കാന്തം വേണം. എന്ന് പറഞ്ഞാൽ ജനറേറ്ററിൽ ഫ്ലക്സ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു കാന്തം വേണം. ഓക്കെ, ആ കാന്തം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സ്ഥിരകാന്തമാണ്. ഇപ്പൊ തൽക്കാലം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സ്ഥിരകാന്തമാണ്. ആ കാന്തത്തിന് നമ്മൾ പറഞ്ഞ പേരാണ് ഫീൽഡ് കാന്തം. ഓക്കെ, ഫീൽഡ് കാന്തം. ഫീൽഡ് കാന്തം. അപ്പൊ എന്താണ് ഒന്നാമത്തെ ഭാഗം എന്ന് ചോദിച്ചാൽ പറയണം. എന്താണ് ഒന്നാമത്തെ ഭാഗം? ഫീൽഡ് കാന്തം. എന്താണത്? ജനറേറ്ററിൽ കാന്തിക ഫ്ലക്സ് സൃഷ്ടിക്കുന്ന കാന്തമാണിത്. എന്തിനാ കാന്തിക ഫ്ലക്സ്? കാന്തിക ഫ്ലക്സ് ഉണ്ടായാലേ ഫ്ലക്സിന് വ്യതിയാനം ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇത് ഞാൻ ആ ചിത്രം വരക്കാണ്. അത് ഞാൻ 2 രീതിയിൽ വരക്കാം. ഒന്ന് ടെക്സ്റ്റിലുള്ള ചിത്രം, 2 അതിന് സിമ്പിൾ ആയിട്ട് അങ്ങനെ വരക്കാം എന്നുള്ളത്. ഓക്കെ, പരീക്ഷയ്ക്ക് വരക്കാൻ പറഞ്ഞ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അങ്ങനെ വരക്കാം എന്നുള്ളത്. ഓക്കെ, അപ്പോ ഇതാണ് കാന്തിക ഫ്ലക്സ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാന്തം. കാന്തിക ഫ്ലക്സ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാന്തം. ഓക്കെ, ഇത് 2 കാന്തങ്ങളുണ്ട്. ഒന്നിവിടെ ആ കാന്തത്തിന്റെ നോർത്ത്, ഓക്കെ, അതിന്റെ സൗത്ത് ഇപ്പുറത്തുണ്ട്. ഇത് രണ്ടാമത്തെ കാന്തം. ഇത് ആ കാന്തത്തിന്റെ സൗത്ത്, അതിന്റെ നോർത്ത് ഇപ്പുറത്തുണ്ട്. ഫുള്ള് വരക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എന്താ പറയാ ഫീൽഡ് കാന്തം. ആ ഫീൽഡ് കാന്തത്തിന് ഞാൻ വേറൊരു ചിത്രത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കാണിക്കാം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കാണിക്കാം. ഇതാണ് നമ്മുടെ ഫീൽഡ് കാന്തം. ഒന്ന് നോർത്ത് സൗത്ത്. സംശയമില്ലല്ലോടാ കുഞ്ഞോളെ? ഓക്കേടാ മക്കളെ. നെക്സ്റ്റ് ഈ എന്ത് വേണം? അപ്പൊ ഇവിടെ ഫ്ലക്സ് നോർത്ത് നിന്ന് സൗത്തിലേക്ക് ഇങ്ങനെ ഫ്ലക്സ് പോകുന്നുണ്ട്. കാന്തിക ബലരേഖകൾ ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെയാണല്ലോ കാന്തിക ബലരേഖകളുടെ ദിശ എങ്ങോട്ടാ? നോർത്ത് നിന്ന് സൗത്തിലോട്ട്. ബാർകാന്തത്തിൽ കാന്തിക ബലരേഖകളുടെ ദിശ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. ഒരു കാന്തം മാത്രം വെച്ചാൽ ഇതാണ് നോർത്ത്, ഇതാണ് സൗത്ത് എന്ന് വിചാരിക്കാം. അപ്പൊ കാന്തിക ബലരേഖകൾ എങ്ങനെയാണ്? നോർത്ത് നിന്ന് സൗത്തിലോട്ട്.
ഇനി വേറൊരു കാന്തം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇവിടെ സൗത്തും ഇവിടെ നോർത്തും വെച്ചാൽ ഈ കാന്തിക ബലരേഖകള് അങ്ങോട്ട് പോകുന്ന ആൾക്കാർ നേരെ ഇങ്ങനെ വരും. ഇതിന്റെ ഇടയിലുണ്ടാവും. ഇതിന്റെ നോർത്തുന്ന ഇതിന്റെ സൗത്തിലോട്ട്. ഓക്കെ, അപ്പൊ കാന്തിക ബലരേഖകൾ അല്ലെങ്കിൽ ഇതിന്റെ ഫ്ലക്സ് ഇതിന്റെ ഇടയിലുണ്ട്. ഇനി ഫ്ലക്സ് ഉണ്ടായാൽ മതിയാ, കാന്തം കൊണ്ട് വെച്ചു ഫ്ലക്സ് ഉണ്ടാക്കി, ഫ്ലക്സ് ഉണ്ടായാൽ മതിയാ പോരാ, ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കണം. അതായത് ഫ്ലക്സിനെ ഛേദിക്കണം. ഛേദിച്ചിരിക്കുന്നത് ആരാ? അത് കമ്പിച്ചുരുളാണ്. അപ്പൊ നമുക്കൊരു കമ്പിച്ചുറ്റ് വേണം ഫ്ലക്സിനെ ഛേദിക്കാനും അത് വഴി ഫ്ലക്സിന് വ്യതിയാനം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ആര് വേണം? ഒരു കമ്പിച്ചുറ്റ് വേണം. അയാളെ പറഞ്ഞ പേരാണ് ആർമേച്ചർ കോയിൽ. അതാ അടുത്ത ഘടകം, ജനറേറ്ററിന്റെ അടുത്ത ഘടകം ആർമേച്ചർ, ആർമേച്ചർ കോയിൽ. എന്താണെന്ന് അറിയാതെ അത് ആക്ച്വലി ഒരു പച്ചിരുമ്പ് കോറാണ്. ആർമേച്ചർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു പച്ചിരുമ്പ് കോറാണ്. ഇതാ ഇങ്ങനെയുള്ള, ഞാൻ വരക്ക് നോക്കിക്കോളെ കുഞ്ഞോളെ, നമ്മൾ അതിനെ വളരെ സിമ്പിൾ ആയിട്ട് കാണിക്കൂട്ടോ. അപ്പുറത്ത് കാണിക്കും. ഇതാ ഇങ്ങനെയുള്ള ഒരു പച്ചിരുമ്പ് കോറാണ്. ഓക്കെ, അതിനെ നമുക്ക് ഇവിടുന്ന് കുറച്ച് കട്ട് ചെയ്യാം. കട്ട് ചെയ്തല്ലോ. എന്നിട്ട് അതിന് രണ്ട് ടെർമിനൽ ഉണ്ട് താഴോട്ട്, രണ്ട് ആംസ്, രണ്ട് ഭുജങ്ങൾ. ഓക്കെ, ഇനി ഇങ്ങോട്ടൊന്ന് വളച്ചിട്ടുണ്ടാവും, ഇനി ഇങ്ങോട്ടൊന്ന് വളച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് ആർമേച്ചർ കോയിൽ. ആർമേച്ചറിന്റെ പച്ചിരുമ്പ് കോയിൽ. ഈ പച്ചിരുമ്പ് കോയിൽ കമ്പി ചുറ്റി ഇങ്ങനെ ഒരു കമ്പി, അതായത് ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കവചിതമായിട്ടുള്ള കമ്പി ഇങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ടാവും. ഇതിലെ കൂടി ഇങ്ങനെ കവചിതമായ കമ്പി ഇങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ ഒരു പച്ചിരുമ്പ് കോയിൽ കവചിതമായ കമ്പി ചുറ്റിയെടുത്ത സംവിധാനമാണ് ആർമേച്ചർ കോയിൽ. ഓക്കെ, ആർമേച്ചർ കോയിൽ. ഇങ്ങനെയുള്ള സാധനമാണ്. നമുക്കിത് തൽക്കാലം ഇത് ഈ സാധനം ഉണ്ടല്ലോ, ഇത് അതിനിങ്ങനെ വിളിച്ചായിരിക്കുക. ഇത് ആർമേച്ചർ കോയിലിന്റെ ഈ ഭാഗമാണ്. അതിന് രണ്ട് ഭുജങ്ങൾ ഈ ഭാഗത്തുണ്ട്. ഈ ആർമേച്ചർ കോയിൽ നമുക്ക് ഇങ്ങനെ തിരിക്കാൻ പറ്റും. ആർമേച്ചറിനെ ഇങ്ങനെ തിരിക്കാൻ പറ്റും. എവിടെ വെക്കുന്നു അറിയാവോ? ഇപ്പൊ എന്താണ് ആർമേച്ചർ എന്ന് മനസ്സിലായി. ഇനി അതെവിടെ വെക്കുന്നു അറിയാവോ? ആർമേച്ചറിന് ഈ രണ്ട് കാന്തങ്ങൾക്കിടയിലായിട്ട്, രണ്ട് കാന്ത ധ്രുവങ്ങൾക്കിടയിലായിട്ട്, അതായത് നമ്മുടെ ഫീൽഡ് കാന്തങ്ങൾക്കിടയിലായിട്ട് ആർമേച്ചർ കോയിലിനെ വെക്കണം. ഇതെന്താണ്? ഇത് ആർമേച്ചറിന്റെ രണ്ട് ടെർമിനലാണ്. ഈ രണ്ട് ടെർമിനലിന് രണ്ടിന് ഒരേ നീളമല്ല, രണ്ട് ഭുജങ്ങളാണ്. ആ ഭുജത്തിന്റെ ഒരു ടെർമിനലാണ് ഇത്, രണ്ടാമത്തെ ടെർമിനൽ എന്ന് വെച്ചാൽ അറ്റം കേട്ടാ. ഇത് രണ്ട് ഭുജങ്ങളാണ്, വ്യത്യസ്ത നീളമാണ്. ഒന്നിനേക്കാൾ കൂടുതലാണ് മറ്റൊന്നിന്റെ നീളം. ഓക്കെ, അതിന് ഈ രണ്ട് കാന്ത ധ്രുവങ്ങൾക്കിടയിലായിട്ട് ഇവിടെ ഒരു കാന്ത ധ്രുവം ഉള്ളിലായിട്ട് സൗത്ത് നോർത്ത്, അതിന്റെ ഇടയിലായിട്ട് ഇത് ആർമേച്ചർ കോയിലിന് ഇങ്ങനെ തിരിക്കാൻ പറ്റും. ആർമേച്ചർ കോയിലിന് ഇങ്ങനെ തിരിക്കാൻ പറ്റും. ഓക്കെ, തിരിയുന്ന ഒരു വസ്തുവിന് അക്ഷം ഉണ്ടാവൂലേ? ഓക്കെ, ഞാൻ ഈ പേപ്പറിൽ ഇങ്ങനെ തിരിക്കുന്നു ഇത് ഞാൻ തിരിക്കുന്നു വിചാരിക്കാം. അപ്പൊ തിരിയുന്നത് ആക്ച്വലി ഈ ഒരു അക്ഷത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഈ ഒരു അക്ഷത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഏതൊരു വസ്തു തിരിയുമ്പോൾ അതിനൊരു അക്ഷം ഉണ്ടാകും. അത് കാണണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഒരു അക്ഷത്തിനെ ആധാരമാക്കിയിട്ട് ഈ ആർമേച്ചർ കോയിലിന് തിരിയാൻ പറ്റും. അപ്പൊ ഇത് തിരിയുന്ന അക്ഷം ഇതാണ്. ഓക്കെ, ആ അക്ഷത്തിനെ ആധാരമാക്കിയിട്ട് ഈ അക്ഷം ഇതിലെ കൂടി ഇങ്ങനെ നടുവിലെ കൂടി പോകുന്ന അക്ഷത്തിനെ ആധാരമാക്കിയിട്ട് ഇങ്ങനെ തിരിയും. ഓക്കെ, അപ്പൊ അതിന് ഞാനിതാ ഇവിടെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നു. ആർമേച്ചർ കോയിലിന് ഞാനിത് എവിടെ ഇങ്ങനെ കാണിക്കുന്നു. ഓക്കെ, ഇതാണ് ഇവിടെ ആർമേച്ചർ കോയിൽ. അതിന്റെ നീളം ഒന്ന് കൂടുതലാണ്, മറ്റേതിന്റെ നീളം കുറവാണ്. ഒന്നിന് കൂടുതലാണ്, ഒന്ന് കുറവാണ്. ഇതാണ് അത് തിരിയുന്ന അക്ഷം. ഇതാണ് ഓക്കെ, ആർമേച്ചർ കോയിൽ തിരിയുന്ന അക്ഷം.
ഇതാ ഈ അക്ഷത്തിന് അടിസ്ഥാനമാക്കി ഇങ്ങനെ തിരി വട്ടം ഇങ്ങനെ വട്ടം കാണും, അല്ലെങ്കിൽ ഇങ്ങനെ വട്ടം കാണും. ഇതാ ഞാൻ ഈ അക്ഷരം കാണിച്ചിട്ട് കാണുന്നുണ്ടല്ലോ ഇവിടെ കുഞ്ഞോളെ. ഇതാ ഇങ്ങനെ വട്ടം കാണും, അല്ലെങ്കിൽ ഇങ്ങനെയോ അങ്ങനെയോ വട്ടം കാണാം. ഓക്കെ, അപ്പൊ ഇതാണ് പിന്നെ രണ്ടാമത്തെ ഭാഗം. ഒന്ന് ഫീൽഡ് കാണും, എന്താണ് ഫ്ലക്സ് സൃഷ്ടിക്കുന്ന കാന്തം. ഇനി ആ കാന്തം സൃഷ്ടിച്ച ഫ്ലക്സിനെ ചേരിക്കാൻ വേണ്ടിയിട്ട്, ആ ഫ്ലക്സിനെ വ്യതിയാനം വരുത്താൻ വേണ്ടിയിട്ട്, അതുവഴി കറന്റ് ഒഴുകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഈ ആർമേച്ചർ കോയിൽ. ഓക്കെ, അടുത്തത്. അപ്പൊ ഈ ആർമേച്ചർ കോയിലിനെ എങ്ങനെയാ തിരിക്കൂ? ഇത് എങ്ങനെ തിരിക്കണ്ടേ? ഇതിന് ഇങ്ങനെ തിരിച്ചാലേ ഫ്ലക്സിനെ ചേരിക്കാൻ പറ്റുള്ളൂ. ആർമേച്ചറിനെ തിരിച്ചാലേ ഫ്ലക്സിനെ ചേരിക്കാൻ പറ്റുള്ളൂ. എടാ നിങ്ങൾ മനസ്സിൽ കാണണത്. ഓക്കെ, അപ്പൊ ഞാൻ എങ്ങനെ തിരിക്കും? ഈ രണ്ട് ഭുജങ്ങൾ ഉണ്ടല്ലോ, ഒരു ഭുജത്തിന് ഞാൻ പിടിച്ചു, മറ്റേ ഭുജത്തിനെ പിടിച്ചു, എന്നിട്ട് ഇങ്ങനെ തിരിക്കുമെന്ന് വിചാരിക്കാം. വീണ്ടും ഇനെന്താക്കും? അയ്യോ കൈ കെട്ട് പണിയോ എടാ, ഇനെന്താക്കും? വീണ്ടും ഇങ്ങനെ ആക്കണോ? സ്പീഡ് അപ്പൊ വ്യത്യാസപ്പെടൂടെ? ഇങ്ങനെ ആക്കുന്നു, ബുദ്ധിമുട്ടല്ലേ? അപ്പൊ എന്താണ് തിരിക്കാൻ പറ്റിയ, ഇതിനെ തിരിക്കാൻ വേണ്ടി സുഗമമായി തിരിക്കാൻ പറ്റിയ എന്തെങ്കിലും സംവിധാനം അവിടെ വെക്കണം. ഒരു വസ്തുവിനെ തിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഉരുട്ടണമെങ്കിൽ ഏറ്റവും നല്ല ആകൃതി എന്ന് പറയുന്നത് അത് വൃത്തമാണ്. ശരിയല്ലേ? അതുകൊണ്ട് നമ്മൾ എന്താക്കുന്നത് അറിയാവോ? ഇതിനെ തിരിക്കാൻ വേണ്ടിയിട്ട് വൃത്താകൃതിയിലുള്ള രണ്ട് വസ്തുക്കൾ ഇവിടെ വെക്കാണ്, രണ്ട് വളയങ്ങൾ ഉപയോഗിക്കാം. ഓക്കെ, അതങ്ങനെ അറിയാം. ഇതിനെ രണ്ട് വളയങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഓക്കെ, എങ്ങനെ അറിയാം? ഞാൻ ഇത് വേറൊരു ചിത്രത്തിൽ കാണിക്കാം. ഇതാ ഇതൊരു വളയം. ഓക്കെ, ഇത് വേറൊരു വളയം. ഓക്കെ, ഈ രണ്ട് വളയത്തില് ഈ രണ്ട് ഭുജങ്ങളുണ്ടല്ലോ, ഈ രണ്ട് ഭുജങ്ങൾ, ആ രണ്ട് ഭുജങ്ങൾ അതാണ് ഇതെന്ന് വിചാരിക്കാൻ നോക്കോ. ഇതാ രണ്ട് ഭുജങ്ങൾ. അതിൽ ഒരു ഭുജത്തിന് ഈ ഒരു വളയത്തിന്റെ ഉള്ളിലേ പൊടി കൊണ്ട് മുട്ടിക്കൂടാ അതിന്റെ ഉള്ളിലേ പൊടി കൊണ്ടുവന്നിട്ട് രണ്ടാമത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ വെൽഡ് ചെയ്ത് വെക്കുക, വിളക്കി ചേർത്ത് വെക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ഭുജത്തിന് ഒന്നാമത്തെ ഇതുമായിട്ട് വിളക്കി ചേർത്ത് വെക്കുക. അതായത് ഇങ്ങനെ ഇത് ഒരു വളയം, ഇത് രണ്ടാമത്തെ വളയം. ഇതെന്താക്കാൻ അറിയാവോ? ഈ വളയത്തിന് തിരിക്കാം, ഈ രണ്ട് വളയത്തിന് തിരിക്കണം. നോക്കണേ, ഈ വളയത്തിലാണ് ഈ ഭുജമുള്ളത്, ഈ ടെർമിനല് ഉരുക്കി ചേർത്ത് വെക്കാണ്. പല ഉറപ്പിൽ വെച്ചിട്ടുണ്ടാവും. ഇതിവിടെ ഈ ഭുജം ഇതിന്റെ ഉള്ളിലേ കൂടി വരണം, പക്ഷെ അതിന്റെ ഉള്ളിൽ മുട്ടിക്കൂടാ. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ആർമേച്ചറിന്റെ ടെർമിനലുകളെ രണ്ട് പൂർണ്ണ വളയങ്ങളുമായിട്ട് വിളക്കി ചേർത്ത് വെച്ചിട്ടുണ്ടാവും. ആ വളയങ്ങളെ പറഞ്ഞ പേരാണ് സ്ലിപ്പ് റിങ്ങുകൾ. സ്ലിപ്പ് കാരണം അങ്ങനെ പറയാൻ കാരണമുണ്ട്. സ്ലിപ്പ് റിങ്ങുകൾ. സോ മൂന്നാമത്തെ ഭാഗം സ്ലിപ്പ് റിങ്ങുകൾ. ഓക്കെ, സ്ലിപ്പ് റിങ്ങുകൾ. ഓക്കെ, സ്ലിപ്പ് റിങ്ങുകൾ. ഓക്കെ, ഇനി അപ്പൊ എന്താണ് സ്ലിപ്പ് റിങ്ങുകൾ? ആർമേച്ചറിന്റെ ടെർമിനലുകളുമായി സദാ ബന്ധിപ്പിച്ചിട്ടുള്ള, സദാ കോണ്ടാക്റ്റിലുള്ള, വിളക്കി ചേർത്തിട്ടുള്ള രണ്ട് പൂർണ്ണ വളയങ്ങളാണവ. അപ്പൊ എന്നറിയാവോ? ഇതാണ് കറങ്ങുന്നത്, ഈ രണ്ടെണ്ണം കറങ്ങും. അപ്പൊ ആർമേച്ചർ കറങ്ങും. ഏതക്ഷം? ആർമേച്ചർ കറങ്ങുന്ന അതേ അക്ഷരത്തിലാണ് ഈ രണ്ടെണ്ണം കറങ്ങുക. ആർമേച്ചർ കറങ്ങുന്ന അതേ അക്ഷരത്തിൽ. ഇത് വരക്കുമ്പോ തെറ്റാൻ പാടില്ല. ചില ആൾക്കാർ വരക്കുമ്പോ തെറ്റിക്കും. എങ്ങനെയാണെന്നറിയോ? ഇതാ രണ്ട് വളയങ്ങൾ. ഇതാ ഇതൊരു വളയം, ഇത് വേറൊരു വളയം. ഓക്കെ, ഒന്നിനെ എവിടെ വെക്കും? രണ്ടാമത്തേന് എന്താക്കുന്ന അറിയാവോ? ഇതേ പൊടി വന്നിട്ട് ഇതിന്റെ ഉള്ളിലെ പൊടി കൊണ്ടുവരില്ല. അതായത് ഇവിടെ വരക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാ ഇങ്ങനെ വരക്കണം.
ഇതൊന്ന്, ഇത് വേറൊന്ന്. അല്ലാതെ ഇങ്ങനെ വരച്ചൂടാ. ഇതൊരു റിങ്, ഇതൊരു റിങ്. ഒന്ന് ഇവിടെ ഇങ്ങനെ വരച്ചൂടാ. ഇത് തെറ്റി, ഇത് തെറ്റി, ഇങ്ങനെ പറ്റൂല. ഓക്കെ ഓക്കെ. അപ്പോ രണ്ട് റിങ്ങുകളും കറങ്ങേണ്ടത് ഒരേ അക്ഷത്തിനെ ആധാരമാക്കിയിട്ടാണ്. അതേത് അക്ഷം? ആർമേച്ചർ കറങ്ങുന്ന അതേ അക്ഷം. അപ്പൊ കുഞ്ഞൊക്കെ മനസ്സിലായി എന്താണ് സ്ലിപ്പ് റിങ്ങുകൾ എന്ന് മനസ്സിലായി. സ്ലിപ്പ് റിങ്ങുകളെ നമ്മൾ കറക്കുന്നു, അപ്പോൾ ആർമേച്ചർ കറങ്ങുന്നു, അപ്പോൾ ആർമേച്ചർ ഈ ഫ്ലക്സിന് ഉണ്ടാക്കുന്നു, ഛേദിക്കുന്നു, അപ്പോൾ അവിടെ EMF ഉണ്ടാകുന്നു. ഇനി അടുത്തത്. അപ്പൊ ഓർമ്മിക്കുക, ഇത് മനസ്സിലാക്കൊണ്ടോ? ഇതിങ്ങനെ കറങ്ങുമ്പോൾ ആ ഫ്ലക്സിനെ എന്താക്കും? ഈ ആർമേച്ചർ കട്ട് ചെയ്യും, ഛേദിക്കും. അപ്പോൾ ആർമേച്ചറിന് കറണ്ട് ഉണ്ടാകും. ഉണ്ടാകുമോ? ഉണ്ടാകും. ആ കറണ്ട് നമ്മൾ പുറത്തേക്ക് എടുക്കണ്ടേ? കറണ്ട് ഉണ്ടായി, ഇതിന്റെ ഉള്ളിൽ കറണ്ട് ഉണ്ടായ കറണ്ട് പുറത്തേക്ക് എടുക്കണ്ടേ? ഞാൻ ഈ അക്ഷം വായിക്കാണ്, ഇത് ആവശ്യമില്ല. കറണ്ട് ഒഴുകണമെങ്കിൽ ഒരു കണ്ടീഷൻ ഇല്ലേ? എന്താണ്? കറണ്ട് ഒഴുകണമെങ്കിൽ സർക്യൂട്ട് പൂർത്തിയാവണം. നോക്കി, ഈ കറണ്ട് ഇവിടെ നിന്ന് ഉണ്ടാകുന്ന കറണ്ട് ഇതിലെ കൂടി ഇങ്ങനെ ഒഴുകി 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 ഇങ്ങനെ വന്ന് ഇതിന്റെ ഉള്ളിൽ കൂടി വന്നിടത്തേക്ക് എത്തി. അത് ഇവിടത്തേക്ക് എത്തണമെങ്കിൽ ഇതുമായിട്ട് ബന്ധമുണ്ടാ? ഇല്ല. ഈ ടെർമിനലുമായിട്ട് ബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലക്സിനെ ഛേദിക്കുന്നതിന്റെ ഫലമായിട്ട് കറണ്ട് ഉണ്ടാവില്ല. കാരണം സർക്യൂട്ട് പൂർത്തിയല്ല. നമ്മൾ വെറുതെ കറക്കുന്നല്ലോ, കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന EMF കറണ്ട് ആയിട്ട് മാറിയാൽ ആ കറണ്ട് ഒഴുകൂല. കാരണം ഇതും തമ്മിൽ ബന്ധമില്ല. അപ്പൊ എന്താക്കും? കറണ്ട് ഒഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ട് ടെർമിനലുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. പുറത്ത് ഒരു കമ്പി വഴി അതിനെ ബന്ധിപ്പിക്കുന്നു. എങ്ങനെ? പുറത്ത് ഒരു കമ്പി വഴി അതിനെ ബന്ധിപ്പിക്കുന്നു. ഇനി നിങ്ങൾ തിരിക്കുമ്പോൾ എന്താവും? ഇത് തിരിക്കുമ്പോൾ ഫ്ലക്സിനെ ഇത് ഛേദിക്കും. അപ്പോൾ ഇവിടെ EMF ഉണ്ടാവും. കാരണം ആ കാരണത്തിലെ കൂടി ഇങ്ങനെ ഒഴുകിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇതിലെ കൂടി ഇങ്ങനെ കൂടി വരും. അതായത് എങ്ങനെയാ? അതിന് ഞാനിവിടെ ഇങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ. ഓക്കെ. കാരണം ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇതിലെ കൂടി ഇങ്ങനെ ഒഴുകും. പക്ഷെ ഒരു സംഗതി, വലിയ പ്രശ്നം എന്നറിയോ? ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ റിങ് ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് റിങ്ങിലേക്കല്ലേ നമ്മൾ ഈ കമ്പി വെച്ചിട്ടുള്ളത്. ആ കമ്പി എന്താ? ഇങ്ങനെ ചുറ്റിപ്പണയും. അങ്ങനെ കുറെ തിരിയുമ്പോൾ ഈ കമ്പി പൊട്ടിപ്പോകും. മനസ്സിലാക്കൊണ്ടുവാ. ഇതിങ്ങനെ തിരിയുമ്പോൾ അതുമായി ബന്ധിപ്പിച്ചിട്ടാണ് ഈ കമ്പി ഉള്ളത്. റിങ് ഇങ്ങനെ കറങ്ങുമ്പോൾ എന്താവും? ആ കമ്പി ഇങ്ങനെ ചുറ്റി അവസാനം അത് പൊട്ടിപ്പോകും. അപ്പൊ എന്താണ്? റിങ് കറങ്ങുന്നതോടൊപ്പം ഈ കമ്പി കറങ്ങാൻ പാടില്ല. റിങ് കറങ്ങണം, പക്ഷെ കമ്പി കറങ്ങാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുന്ന അറിയാവോ? അതിനുവേണ്ടി നമ്മൾ എന്താക്കുന്ന രണ്ട് വസ്തുക്കൾ ഉപയോഗിക്കുന്നു. ആ രണ്ട് വസ്തുക്കളും ഉണ്ടാക്കിയിട്ടുള്ളത് ഗ്രാഫൈറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ. എന്ത് ഉപയോഗിച്ചിട്ടാണ്? ഗ്രാഫൈറ്റ്. ആ ഗ്രാഫൈറ്റിന്റെ രണ്ട് കഷ്ണങ്ങൾ എടുക്കുക. അതിൽ ഒന്ന് ഇവിടെ വെക്കുക, വേറൊന്ന് ഇവിടെ വെക്കുക. രണ്ട് കഷ്ണങ്ങൾ. ഇതിന്റെ മുകളിൽ ഈ റിങ് വരണം, ഇതിന്റെ മുകളിൽ ഈ റിങ് വരണം. ഗ്രാഫൈറ്റിന്റെ ഗുണം എന്താണ്? ഗ്രാഫൈറ്റിന്റെ ഗുണം എന്താണ്? നല്ല മിനുസമുള്ളതാണ്. അപ്പൊ അതിന്റെ മുകളിലെ കൂടി തെന്നിപ്പോകുന്നത് വലിയ പ്രയാസമല്ല. ഇങ്ങനെ ഉരുണ്ടോണ്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. നല്ല മിനുസമുള്ളത് കൊണ്ട്. രണ്ട് നല്ലൊരു വൈദ്യുത ചാലകമാണ്. അതിലെ കൂടി കറണ്ട് പോകും. അപ്പൊ നമ്മൾ എന്താക്കുന്ന അറിയാവോ? ആ പുറത്ത് ബന്ധിപ്പിക്കുന്ന കമ്പിനെ ഇങ്ങനെ ബന്ധിപ്പിച്ചാൽ മതി. അപ്പൊ എന്താവും? ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഗ്രാഫൈറ്റ് ബ്രഷുകൾ, അല്ലെങ്കിൽ വേറെ പേരാണ് കാർബൺ ബ്രഷുകൾ. ഗ്രാഫൈറ്റ് ബ്രഷുകൾ അല്ലെങ്കിൽ കാർബൺ ബ്രഷുകൾ. അതാണ് നാലാമത്തെ ഭാഗം. ബ്രഷുകൾ. ബ്രഷ് അതെന്തുകൊണ്ടുണ്ടാക്കിയതാ? ഗ്രാഫൈറ്റ് കൊണ്ട്. അപ്പൊ എന്താവും? ഇതിങ്ങനെ കറങ്ങുമ്പോ, കേൾക്കണേ, ഇതിങ്ങനെ കറങ്ങുമ്പോ കാരണം ഇതിങ്ങനെ വന്ന് ഗ്രാഫൈറ്റിലേക്ക് വരും. ആ ഗ്രാഫൈറ്റിലേക്ക് കൂടി ഈ കമ്പിയിലേക്ക് കൂടി ഇങ്ങനെ വരും. ഈ ബ്രഷിലേക്ക് എത്തിയാൽ ഈ റിങ് വഴി നേരെ ഈ റിങ്ങിലേക്ക് വരും. ഈ റിങ് നേരെ ഈ കമ്പി വഴി ഇങ്ങനെ വരും. അതിങ്ങനെ കറണ്ട് ഇങ്ങനെ ഒഴുകുക. കറണ്ട് ഒഴുകുന്നുണ്ട്. ഇത് ഇങ്ങനെ വന്ന് ഈ റിങ്ങിലെ കൂടി ഇങ്ങനെ വന്ന് കറണ്ട് ഒഴുകുന്നു. അപ്പൊ എന്തായി? ഈ ബ്രഷ് ഉണ്ടാവില്ല, ബ്രഷ് ചലിക്കൂല. ബ്രഷിന്റെ മുകളിലെ കൂടി ഇത് തെന്നി നീങ്ങാണ്. അപ്പൊ ഇത് ചലിക്കൂല, ബ്രഷ് ചലിക്കാത്തതുകൊണ്ട് ഇത് ചലിക്കൂല. അപ്പൊ അത് പൊട്ടിപ്പോകൂല. ഓക്കെ. അപ്പൊ ബ്രഷിന്റെ മുകളിലെ കൂടി തെന്നിപ്പോകുന്ന റിങ്ങുകളായതുകൊണ്ടാണ് നമ്മൾ അതിനെ സ്ലിപ്പ് റിങ്ങുകൾ എന്ന് വിളിച്ചത്. സ്ലിപ്പായിട്ട് തെന്നി പോകുന്ന റിങ്ങുകൾ. ഓക്കെ. അപ്പൊ നമ്മൾ അതിന് ഇവിടെ ഇങ്ങനെ കാണിക്കും. രണ്ട് ബ്രഷുകൾ.
ഇത്രയാണ് ഭാഗം. അതിനെ ബന്ധിപ്പിച്ച രീതി മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ഫ്ലക്സ് ഉണ്ടാക്കുന്നത് ആ ഫ്ലക്സിനെ കട്ട് ചെയ്യുന്ന ഛേദിക്കുന്ന കോയില് ആ ഛേദിക്കാൻ വേണ്ടിയിട്ട് അതിനെ തിരിക്കാൻ വേണ്ടിയിട്ട് സ്ലിപ്പ് റിങ്ങിൽ നിന്ന് പുറത്തേക്ക് കറണ്ടിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബാഹ്യ സർക്യൂട്ട് എന്ന് പറയുന്നത് ബാഹ്യ സർക്യൂട്ടിലേക്ക് കറണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബ്രഷുകൾ. ഓക്കെ, ഇത്രയാണ് ഭാഗം. ഇനി എന്താണ് പ്രവർത്തനം എന്ന് വളരെ ചുരുക്കിയിട്ട് പറയാം. നമ്മൾ എന്താണ് 4 കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു. അപ്പൊ 1 എന്താണ് AC ജനറേറ്റർ, ഉത്തരം കിട്ടി. 2 എന്താണ് അതിന്റെ ഘടന, ഭാഗങ്ങളും അതിനെ ബന്ധിപ്പിച്ച രീതിയാണ് പറയുന്നത് പറഞ്ഞു. ഇനി എന്താണ് അതിന്റെ പ്രവർത്തനം, വളരെ സിമ്പിൾ ആയിട്ട് പറയാം. എന്ന് പറഞ്ഞാൽ അതിൽ എങ്ങനെ കറണ്ട് ഉണ്ടാവുന്നു വളരെ സിമ്പിൾ ആയി. എങ്ങനെ, ഇതാണ് ആർമേച്ചർ എന്ന് വിചാരിക്കുക. ആർമേച്ചർ ഇവിടെ 2 കാന്തങ്ങൾ വെച്ചിട്ടുണ്ട്. ആ കാന്തത്തിന്റെ ഇടയിൽ ആർമേച്ചർ ഇങ്ങനെ കറങ്ങുമ്പോൾ ആർമേച്ചർ ഇങ്ങനെ കറങ്ങുമ്പോൾ ഇത് തുടർച്ചയായിട്ട് ഫ്ലക്സിനെ ഛേദിക്കുമ്പോൾ വൈദ്യുതകാന്തിക പ്രേരണം വഴി ഇതിൽ ഒരു EMF ഉണ്ടാകുന്നു. അപ്പോൾ ഒരു പ്രേരിത കറണ്ട് ഉണ്ടാകുന്നു. ആ പ്രേരിത കറണ്ട് ആർമേച്ചർ വഴി, റിങ് വഴി, ബ്രഷ് വഴി ബാഹ്യ സർക്യൂട്ടിലേക്ക് എത്തുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഒരു ബൾബ് വെച്ച് കഴിഞ്ഞാൽ ആ ബൾബ് ഇങ്ങനെ പ്രകാശിക്കും. ഓക്കെ, അപ്പൊ 3 ഇനി എങ്ങനെ ആ കറണ്ട് AC ആയി, ദിശ മാറുന്ന കറണ്ട് ആയത് എങ്ങനെ? ഇവിടെ കറണ്ട് എങ്ങനെ അറിയോ? എപ്പോഴും ഇങ്ങനെ ഒഴുകൂല. പിന്നെയോ ആദ്യം ഇങ്ങനെ ഒഴുകും, പിന്നെ ഇങ്ങനെ ഒഴുകും, പിന്നെ ഇങ്ങനെ ഒഴുകും, പിന്നെ ഇങ്ങനെ ഒഴുകും. അതെങ്ങനെ അങ്ങനെയായി? ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് എങ്ങനെ AC ആയി? അത് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.